കൊല്ലത്തിന്റെ രാഷ്ട്രീയ ഭാഗധേയം നിർണയിക്കുന്നതിൽ കശുവണ്ടി തൊഴിലാളികൾ വഹിച്ച പങ്ക് ചെറുതല്ല. തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ കശുവണ്ടി മേഖലയ്ക്ക് മുന്നണികൾ പ്രാധാന്യം നൽകുന്നതിന്റെ കാരണവും ഇതുതന്നെ. ജില്ലയിലെ സ്വകാര്യ കശുവണ്ടി ഫാക്ടറികളിൽ ഭൂരിഭാഗവും മാസങ്ങളായി അടഞ്ഞുകിടക്കുകയാണ്. വിലവർദ്ധനവിനെ തുടർന്ന് ആഫ്രിക്കൻ തോട്ടണ്ടി ഇറക്കുമതി ചെയ്യാൻ ഉടമകൾ തയ്യാറാകാത്തതാണ് മേഖലയെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. കശുവണ്ടി കോർപ്പറേഷന് കീഴിലുള്ള തൊഴിലാളികൾ അഭിമുഖീകരിക്കുന്ന ബുദ്ധിമുട്ടുകളും ചില്ലറയല്ല. കുറഞ്ഞ കൂലിക്ക് പുറമെ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവവും തൊഴിലാളികൾക്ക് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. വർഷത്തിൽ 110 തൊഴിൽ ദിനങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഇവർക്ക് ലഭിക്കുന്നത്. ഫലത്തിൽ സ്വകാര്യ മേഖലയിൽ ലഭിക്കുന്ന കൂലി പോലും കോർപ്പറേഷന്റെ കീഴിലുള്ള തൊഴിലാളികൾക്ക് ലഭ്യമാകുന്നില്ല. ഇതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് തന്നെയാണ് തൊഴിലാളികളുടെ പക്ഷം. ഞങ്ങൾക്ക് ജോലി കിട്ടണം, ഞങ്ങളുടെ ദാരിദ്ര്യം മാറും. ഞങ്ങൾക്ക് 365 ദിവസം ഉള്ളത് ഞങ്ങൾക്ക് 250 ദിവസമെങ്കിലും ജോലി കിട്ടണം. ഞങ്ങൾക്ക് ഈ വരുമാനം മാത്രമേ ഉള്ളൂ. കശുവണ്ടി കോർപ്പറേഷന് കീഴിലുള്ള തൊഴിലാളികൾക്ക് വർഷങ്ങളായി ഗ്രാറ്റുവിറ്റി നൽകാൻ തയ്യാറാകാത്തതും പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രം വാഗ്ദാനങ്ങളുമായി എത്തുന്നവരെ അകറ്റി നിർത്താൻ തന്നെയാണ് തൊഴിലാളികളുടെ തീരുമാനം. PL കിരൺ, മീഡിയ 1, കൊല്ലം.